സംസ്ഥാനത്തൊട്ടാകെ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും സമാന സ്ഥിതിയാണ്. തുടർച്ചയായി 10 വർഷം തൃശൂർ കോർപ്പറേഷൻ ഭരിച്ച LDF ഭരണ തുടർച്ച പ്രതീക്ഷിച്ചാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങിയതെങ്കിലും UDFന് മുന്നിൽ അടിപതറി. 33 സീറ്റുകൾ നേടി UDF മൃഗീയ ഭൂരിപക്ഷം നേടിയപ്പോൾ 13 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങി. സുരേഷ് ഗോപിയുടെ വിജയം ചുവട് പിടിച്ച് വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച NDAക്ക് പക്ഷേ 6-ൽ നിന്നും 2 സീറ്റുകൾ മാത്രമാണ് കൂട്ടാനായത്. അതിനിടെ സ്വന്തം പഞ്ചായത്തായ അടാട്ട് പിടിക്കാൻ മത്സര രംഗത്തേക്ക് ഇറങ്ങിയ അനിൽ അക്കരെ ലക്ഷ്യം കൈവരിച്ചു. 7 മുനിസിപ്പാലിറ്റികളുള്ള തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമാനമായ ഫലം തന്നെയാണ് ഇത്തവണയും ഉണ്ടായത്. പരമ്പരാഗത കോട്ടകളായ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും UDF നിലനിർത്തിയപ്പോൾ കൊടുങ്ങല്ലൂർ, ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിൽ LDF ആധിപത്യം തുടർന്നു. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭരണം നഷ്ടമായ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇക്കുറി BJP 7 സീറ്റുകൾക്കാണ് പുറകിൽ പോയത്. 25 സീറ്റുകൾ നേടി LDF വിജയിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിൽ മാത്രം ജയിച്ച കോൺഗ്രസ് ഇക്കുറി 2 സീറ്റുകൾ കൂടി അധികം നേടി. ചാലക്കുടിയിൽ 1, ചാവക്കാട് 2 സീറ്റുകൾ NDA നേടിയെങ്കിലും കഴിഞ്ഞ തവണ 8 സീറ്റുകളിൽ വിജയിച്ച ഇരിങ്ങാലക്കുടയിൽ ഇക്കുറി 6 സീറ്റുകളിലേക്ക് ഒതുങ്ങി. കുന്നംകുളത്ത് 7, വടക്കാഞ്ചേരിയിൽ 2 എന്നിങ്ങനെയാണ് NDAയുടെ കക്ഷിനില. ആകെയുള്ള 86 പഞ്ചായത്തുകളിൽ LDF 45 ഇടങ്ങളിലും UDF 33 ഇടങ്ങളിലും വിജയിച്ചപ്പോൾ കഴിഞ്ഞ തവണ ടോസിലൂടെ വിജയിക്കുകയും പിന്നീട് ഭരണം നഷ്ടപ്പെടുകയും ചെയ്ത തിരുവില്ലാമല പഞ്ചായത്തിൽ BJP ഇക്കുറി ഭരണം ഉറപ്പിച്ചു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 16 പഞ്ചായത്തുകളിൽ മാത്രം വിജയിച്ച UDF 17 പഞ്ചായത്തുകൾ കൂടി അധികം വിജയിച്ച് നേട്ടം 33 ഉയർത്തി. എന്നാൽ 69 പഞ്ചായത്തുകൾ ഭരിച്ച LDFനെ ഇക്കുറി 24 നഷ്ടപ്പെട്ടതോടെ 45 പഞ്ചായത്തുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. സ്വന്തം പഞ്ചായത്തായ അടാട്ട് LDFൽ നിന്നും തിരിച്ചുപിടിക്കാൻ മത്സരരംഗത്തേക്ക് ഇറങ്ങിയ മുൻ MLA അനിൽ അക്കരെ ലക്ഷ്യം കണ്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഞാൻ പരാജയപ്പെട്ടപ്പോൾ തീർച്ചയായും ഞാൻ പൊതുപ്രവർത്തന രീതിയിൽ മരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം പല വിഷയങ്ങളിലും എൻ്റെ തീരുമാനങ്ങളും ഒക്കെ തെറ്റായിരുന്നു പലപ്പോഴും. അപ്പോൾ അതിനനുസരിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും AIC സെക്രട്ടറി TN പ്രതാപനും പിന്നെ പുതുതായി വന്ന KPC പ്രസിഡന്റുമാരായിരുന്ന സണ്ണി ജോസഫ് ആണെങ്കിലും അതുപോലെ തന്നെ സുധാകരനാണെങ്കിലും ഒക്കെ എന്നോട് പല കാര്യങ്ങളിലും വ്യക്തിപരമായ തീരുമാനങ്ങൾ ഇനി പറയരുത്, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ പാർട്ടി തീരുമാനങ്ങൾ ഞാൻ അംഗീകരിച്ച് മുന്നോട്ട് പോകും. ഇനി അനിൽ അക്കര 100% പാർട്ടിക്ക് വിധേയനായിട്ടാണ് പ്രവർത്തിക്കുക. വല്ലച്ചിറ, തളിക്കുളം, പാറളം, കൊടകര, അവിനിശ്ശേരി, അരിമ്പൂർ, മറ്റത്തൂർ പഞ്ചായത്തുകളിൽ വിവിധ മുന്നണികൾ ഒപ്പത്തിനൊപ്പമായതിനാൽ പഞ്ചായത്തുകളുടെ ഭരണം ഇനിയും മാറിമറിയാനും സാധ്യതകൾ ഏറെയാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തിയ LDF 30 ഡിവിഷനുകളിൽ 21 ഇടങ്ങളിൽ വിജയിച്ചപ്പോൾ 9 സീറ്റുകളാണ് UDFന് ലഭിച്ചത്. ഒരു സീറ്റിൽ പോലും ജില്ലാ പഞ്ചായത്തിൽ വിജയിക്കാൻ ഇത്തവണയും NDAക്ക് സാധിച്ചില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പുഴക്കൽ ഡിവിഷനിൽ 7 സീറ്റുകൾ വീതം നേടി LDFും UDFും തുല്യത പാലിച്ചെങ്കിലും 10 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF വിജയിച്ചു. 5 ഇടങ്ങളിൽ UDFന് ജയിക്കാനായതോടെ മുൻവർഷത്തേക്കാൾ 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ അധികം നേടാൻ മുന്നണിക്ക് സാധിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.